ഹായ്, ഇന്നുണ്ടല്ലോ ഞാനും എൻ്റെ നാത്തൂനും ഞങ്ങളുടെ 2 പിള്ളേരും കൂടെ ചെറിയൊരു ഔട്ടിങ്ങിന് പോകുക കേട്ടോ. എങ്ങോട്ടാണെന്നോ? സ്വർഗത്തിലേക്ക്. നോക്കിക്കേ, അതിൻ്റെ എക്സൈറ്റ്മെൻ്റൊക്കെ ഞങ്ങളുടെ മുഖത്തില്ലേ എന്ന്. അതെ, ബൈബിളിൽ വായിച്ചിട്ടുള്ളതുപോലെ ഈ സ്വർഗത്തിലേക്കുള്ള വഴിയും കുറച്ച് ഇടുങ്ങിയതായിരുന്നു കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 5 മിനിറ്റ് ഈ വഴി കൂടെ പോയാലാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തുക. സ്വർഗത്തിൻ്റെ കവാടം കടന്നാലോ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം. ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഞ്ഞോനാണെങ്കിൽ ഭയങ്കര ത്രില്ഡായിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് കാണുന്നുണ്ടായിരുന്നു. ഞാനും കുഞ്ഞായും മോശമല്ല. ഞാൻ സ്വർഗത്തിലെത്തിയപ്പോഴേക്കും മിന്നുമോള് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ആദ്യം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടു. നോക്കിക്കേ, എങ്ങനെയുണ്ട് വ്യൂ. കൂട്ടുകാരുടെ കൂടെയൊക്കെ വന്നിരിക്കാനും കുറച്ച് വർത്താനം പറയാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ബത്തേരി ടൗണിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്ഥലമോ എന്ന് ചിന്തിച്ചു പോയി. കുഞ്ഞായും മിന്നും കൂടെ അപ്പോഴേക്ക് റൈഡിലൊക്കെ കയറി എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നേ. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സന്തോഷം ഞങ്ങളിലും ഒത്തിരി സന്തോഷം ഉണ്ടാക്കിയേ. പിന്നെ ഞങ്ങൾ പതിയെ നെസ്റ്റിലേക്ക് കയറി കേട്ടോ. അത് നല്ലൊരു അനുഭവമായിരുന്നേ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം ഞങ്ങളെ വെൽക്കം ചെയ്തത് ദേ ഈ കിളിക്കുഞ്ഞാ കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? കുറച്ച് വിത്തുകൾ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഈ കിളികളെല്ലാം കൂടി വന്ന് നമ്മളെ അങ്ങ് പൊതിയുവേ. അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. ഇവയൊക്കെ തമ്മി എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? എൻ്റെ ചേച്ചിയാണെങ്കിലും ഭയങ്കര ത്രിൽഡായിരുന്നേ. ഉള്ള കിളികൾ മുഴുവൻ അവളുടെ ദേഹത്തായിരുന്നു. 2 ബാഗിൽ വെച്ച് കൊണ്ടുവരുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ പതിയെ ഞങ്ങൾ ഫിഷ് ലാൻഡിലേക്കാണ് പോയത്. നോക്കിക്കേ, ഇതൊരു നല്ല അനുഭവമായിരുന്നു. ആദ്യം ചേച്ചിയാണ് കൈയിട്ടത്. കുറച്ച് തീറ്റയൊക്കെ ഫിഷിന് കൊടുത്തപ്പോഴേക്കും ദാ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. അയ്യോ, അതൊരു ബ്യൂട്ടിഫുൾ ഫീലായിരുന്നു കേട്ടോ. ചേച്ചിയുടെ ദേഹത്ത് ഈ മീൻ കയറുന്നത് കണ്ടിട്ടാണ് ഞാനും കൈയിട്ടത്. കൊള്ളാം കേട്ടോ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പതിയെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ദേ അപ്പോഴേക്കും മിന്നു പോയി മലമ്പാമ്പിനെയൊക്കെ എടുത്ത് കയ്യിലിടുന്നുണ്ടായിരുന്നേ. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഒന്ന് ജസ്റ്റ് എൻജോയ് ചെയ്ത് ബത്തേരി ടൗണിൽ വന്ന് ചെറിയൊരു ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടൊരു ദിവസം പോയി കേട്ടോ.